കുറച്ച് ചൈനീസ് എഗ് പ്ലാന്റ് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. നീളത്തിലുള്ള വഴുതനങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ബെയ്ഗൻ ബർത്ത് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇത് ചപ്പാത്തിക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ കറിയാണ്, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഈ വഴുതനങ്ങ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്നുമില്ലെങ്കിൽ അത് സ്റ്റൗവിൻ്റെ മുകളിൽ ഗ്രില്ല് വെച്ച് റോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്ത് റോസ്റ്റ് ചെയ്യാം. ഞാനിന്നൊന്ന് ബ്രോയിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഓവനിൽ വെച്ചിട്ട്. അപ്പോൾ എണ്ണയൊന്നും പുരട്ടിയിട്ടില്ല. ഞാൻ ആ വഴുതനങ്ങ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ട് അത് ബ്രോയിൽ ചെയ്യാൻ പോവുകയാണ് ഓവനിൽ വെച്ചിട്ട്. ഞാനൊരു 550 ഡിഗ്രി ഫാരൻഹൈറ്റിലാണ് വെച്ചത്. അത് ഏകദേശം ഒരു 287 ഡിഗ്രി സെൽഷ്യസ് ആണ്, 287 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. അപ്പോൾ അതിലൊരു 10-15 മിനിറ്റ്സ് ഒന്ന് ബ്രോയിൽ ചെയ്തെടുത്തു. നിങ്ങൾ ചെക്ക് ചെയ്യണം, കാരണം എൻ്റെ ഓവനിലെ റാക്ക് വളരെ ക്ലോസ് ആയിരുന്നു. ബ്രോയിലിംഗ് ഇതിൻ്റെ കോയിലിനോട് വളരെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് കരിഞ്ഞ ആ ഒരു സ്മോക്കി ഫീലിംഗ് വരണം, സ്മോക്കി ടേസ്റ്റ് വരണം. അപ്പോൾ ഒന്ന് കരിഞ്ഞിട്ട് ഉള്ള സ്റ്റേജിൽ എടുത്തിട്ട് ഞാൻ അതിൻ്റെ തോലെല്ലാം കളഞ്ഞു, അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ആ തോല് കളഞ്ഞിട്ടുള്ള വഴുതനങ്ങ നന്നായിട്ട് ഉടച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരു ബ്ലെൻഡറിൽ ഇട്ടാലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടി ബ്ലെൻഡറിൽ ഇടുക ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം വേണം. പിന്നെ നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടെങ്കിൽ മുളക് പൊടി ഇടണ്ട, കാരണം ഇത് കുറച്ച് നല്ല സ്പൈസി ലെവൽ നല്ല ഹൈ ആയിരുന്നു ഇതിൻ്റെ. ഞങ്ങൾക്ക് നല്ല സ്പൈസിനെസ് വേണം, അതുകൊണ്ടാണ് കുറച്ച് നന്നായിട്ട് മുളക് പൊടി ഇട്ടത്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് തക്കാളി അരിഞ്ഞത്, ഏകദേശം 2 തക്കാളിയാണ് ഞാൻ എടുത്തത്. പിന്നെ ഒരു കുറച്ച് വലിയൊരു മീഡിയം സൈസിലുള്ള ഉള്ളിയായിരുന്നു, ചുമന്ന ഉള്ളി അരിഞ്ഞതുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് ഗാർലിക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലീസ് എടുത്തിട്ടുണ്ട്, പച്ചമുളക്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയുടെ ഇലയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒലീവ് ഓയിലാണ് എടുത്തത്. 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചൂടാക്കി അതിൽ ജീരകം ഇട്ട് പൊട്ടി കഴിയുമ്പോൾ പച്ചമുളക് ഇട്ടു, ഒന്ന് വഴറ്റിയിട്ട് പിന്നെ ഉള്ളി കുറച്ച് നേരം 1 മിനിറ്റ് ഒന്ന് വഴറ്റണം. പിന്നെ നമുക്ക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇടാം. ഞാൻ ഇഞ്ചി മാത്രമാണ് ഇട്ടത്, ഗ്രേറ്റ് ചെയ്ത ഇഞ്ചിയാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എഗ് പ്ലാന്റിൻ്റെ കൂടെ റോസ്റ്റ് ചെയ്ത് ഉടച്ചെടുത്താലും മതി, എഗ് പ്ലാന്റിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ടൊമാറ്റോ വഴറ്റിയാണ് ചെയ്തത്. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ മുളക് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് അതിലേക്ക് ജീരകപ്പൊടി ഇട്ടു, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റി ആ മസാലയ്ക്ക് ഒന്ന് വേവണം, അതിലേക്ക് പിടിക്കും വേണം. പിന്നെ കുറച്ചൊരു കായം, ഒരു 1/4 ടീസ്പൂൺ, അത് വേണമെങ്കിൽ ചേർത്താൽ മതി, 1/4 ടീസ്പൂൺ കായവും ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത്, പിന്നെ ആവശ്യം വന്നാൽ അവസാനം ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ സോസൊക്കെ നന്നായിട്ട് പേസ്റ്റായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണത് കാണാം. അതിലേക്ക് ഈ ഉടച്ചു വെച്ച് വഴുതനങ്ങയുടെ പേസ്റ്റ് ഇടണം. പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമാണ് ഞാൻ വെച്ചിരിക്കുന്നത്, വല്ലാതെ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല, മീഡിയം ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 1/4 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിയുടെ ഇല അല്ലെങ്കിൽ സിലാൻട്രോ ചേർക്കാം. അതെത്ര വേണമെങ്കിൽ ചേർക്കാം, ഞാനൊരു 1/4 കപ്പാണ് എടുത്തത്. എന്നിട്ട് നന്നായിട്ട് ആ മല്ലിയുടെ ഇലയും കൂടി ഒന്ന്
നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാൻ പോവുകയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല മേലെങ്ങനെ വെതറിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ബേഗൻ ബർത്തയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഇതിങ്ങനെ ഒരു കട്ടിയുള്ള കറിയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസ് ആവണമെങ്കിൽ കുക്കിംഗ് ക്രീമോ അല്ലെങ്കിൽ നല്ല പാല് കുറച്ച് ചേർക്കുക ചെയ്യാം. പിന്നെ അതിൻ്റെ മേലെ വെണ്ണയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. കുക്കിംഗ് ക്രീമും വെണ്ണയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറി ഒന്നും കൂടി നല്ല ടേസ്റ്റും റിച്ച്നെസ്സൊക്കെ കൂട്ടാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അത് നിങ്ങളുടെ ഇഷ്ടം മാതിരി. പിന്നെ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ്. സ്പൈസിനെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവും മുളക് പൊടിയുടെ അളവും ഒക്കെ കുറയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. Please like and subscribe to Geetha's Kitchen.